ഹായ് സ്റ്റുഡൻസ്, എൻ്റെ പേര് ശ്രീജിത്ത്. കെമിസ്ട്രിയാണ് സബ്ജക്റ്റ്. നമ്മൾ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ മാറ്ററാണ് പഠിക്കുന്നത്. ശരിക്ക് ശ്രദ്ധിച്ചോ. ഇതിനു മുമ്പ് എന്താണ് കെമിസ്ട്രി എന്നറിയണം. വാട്ട് ഡു യു മീൻ ബൈ കെമിസ്ട്രി? Chemistry is the branch of science which deals with all the aspects of matter. Yes, കെമിസ്ട്രിയുടെ തുടക്കം തന്നെ മാറ്ററിനെ പറ്റി പഠിച്ചാലേ നമുക്ക് പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് ഈ ചാപ്റ്റർ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് മാറ്റർ. എന്താണ് മാറ്റർ? മാറ്റർ ഈസ് എ സ്പീഷ്യസ് ഓർ സബ്സ്റ്റൻസ് വിച്ച് ഓക്യുപ്പൈസ് മാസ് ആൻഡ് വോളിയം. മാസും വോളിയവുമുള്ള ഏതൊരു വസ്തുവിനെയും മാറ്റർ എന്ന് വിളിക്കാം. എന്നെ മാറ്റർ എന്ന് വിളിക്കാവോ? യെസ്, ഓഫ് കോഴ്സ്. എനിക്ക് മാസ് ഉണ്ട്, എനിക്ക് നിൽക്കാനൊരു സ്പേസ് വേണം, വോളിയമുണ്ട്. മാസും വോളിയമുള്ള ഏതൊരു വസ്തുവിനെയും നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? മാറ്റർ. സോ ഞാനൊരു മാറ്ററാണ്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുന്നതിനിടയിൽ മക്കൾക്ക് മാസും വോളിയവും എന്താണെന്ന് അറിയണ്ടേ? മാസ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. മാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ amount of substance present in a species, or it is the amount of substance. എന്താണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്? എന്നെ ഒരു സിസ്റ്റമായി കൺസിഡർ ചെയ്തോ. ഒരു വലിയ സിസ്റ്റമാണ് അല്ലേ. ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ പല ടൈപ്പ് മാറ്ററുകൾ ഉണ്ടാവും. ഈ മാറ്ററുകളുടെ ആകെ തുകയായിരിക്കും എൻ്റെ മാസ്. ഓക്കെ, അപ്പോൾ മാസ് സാധാരണഗതിയിൽ നമ്മൾ മെഷർ ചെയ്യാറ് എന്തിലാണ്? കിലോഗ്രാമിലാണ്. നമ്മൾ പറയും അതിൻ്റെ SI യൂണിറ്റ്. SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് പറയുന്ന സ്റ്റാൻഡേർഡായ യൂണിറ്റ് കിലോഗ്രാമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1 കിലോഗ്രാം വിൽ ബി ഈക്വൽ ടു 1000 ഗ്രാം. വേണമെങ്കിൽ നമ്മളതിനെ 10 ക്യൂബ് ഗ്രാം എന്നൊക്കെ എഴുതും കേട്ടോ. ഏറ്റവും ബേസാണ് അല്ലേ. ഇനി 1 ഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 10 ക്യൂബ് ഓർ 1000 മില്ലിഗ്രാം ഓർ 10 ക്യൂബ് മില്ലിഗ്രാം. മനസ്സിലായോ? ഇതാണ് മാസ്. എന്താണ് വോളിയം? വോളിയം എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിന് നിൽക്കാൻ വേണ്ട ഒരു സ്പേസ് നിങ്ങൾ കാണുന്നില്ലേ? ഈ സ്പേസാണ് വോളിയമായിട്ട് പറയുന്നത്. സോ വോളിയം ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ്. സ്പേസ് ഓക്യുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വോളിയത്തിൻ്റെ SI യൂണിറ്റ് ഏതാ? ലിറ്റർ എന്ന് പറഞ്ഞേക്കരുത്. കാരണം ലെങ്ത്തിൻ്റെ സ്റ്റാൻഡേർഡായ യൂണിറ്റ് മീറ്ററാണ്. അതുകൊണ്ട് തന്നെ മീറ്റർ ക്യൂബാണ്. വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനുകൾ ഓർത്ത് വെച്ചാൽ മതി. ഒരു ക്യൂബിൻ്റെ വോളിയൊക്കെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? A ക്യൂബ് എന്ന ഫോർമുല. A ഒരു ലെങ്ത് ആണെങ്കിൽ A ക്യൂബ് ചെയ്താലാണ് വോളിയം കിട്ടുക. സോ യൂണിറ്റ് ഓഫ് വോളിയം ഈസ് മീറ്റർ ക്യൂബ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് വരും, എന്താണ് 1 മീറ്റർ ക്യൂബ്? 1 മീറ്റർ ക്യൂബ് ക്യാൻ ബി റിട്ടൺ ആസ് 1000 DM ക്യൂബ്. DM ക്യൂബ് എന്താണെന്നറിയോ? ഡെസിമീറ്റർ ക്യൂബ്. ഓക്കെ, ഈ 1 ഡെസിമീറ്റർ ക്യൂബിനെ വിളിക്കുന്ന പേരാണെടാ ലിറ്റർ. സോ 1000 ഡെസിമീറ്റർ ക്യൂബ് ഈസ് 1000 ലിറ്റർ. ക്ലിയർ? ഇനി 1000 ലിറ്റർ എന്ന് പറയുന്നത് നമുക്ക് പറയാം 10⁶ മില്ലി ലിറ്ററാണ് അല്ലേ. 1 ലിറ്റർ എന്ന് പറയുമ്പോൾ 1000 മില്ലി ലിറ്റർ ആണെങ്കിൽ 1000 ലിറ്റർ എന്ന് പറയുമ്പോൾ 10⁶ മില്ലി ലിറ്റർ ആണ്. മില്ലി ലിറ്ററിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ടേ, സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ വോളിയവും മാസും എന്താണെന്ന് മക്കൾക്ക് മനസ്സിലായില്ലേ? ഇനി ഏതൊരു വസ്തുവിനാണ് മാസും വോളിയവും ഉള്ളത്
അതിനെയാണ് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത്. സോ മാറ്റർ ഈസ് ദ സബ്സ്റ്റൻസ് വിച്ച് ഹാസ് മാസ് ആൻഡ് വോളിയം. എക്സാമ്പിൾ, എയർ ഒരു മാറ്ററാണോ? എയർ മാറ്ററാണ്. എയറിന് മാസുണ്ട്, വോളിയം ഉണ്ട് അല്ലേ? ഇനി ഈ പെന്ന് മാറ്ററാണ് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളെ ചുറ്റിലും കാണുന്ന എല്ലാ വസ്തുക്കളും നോക്കുമ്പോഴും ഒരുവിധം എല്ലാം എന്താണ്? മാറ്ററാണ്. മാസും വോളിയം ഉണ്ടായിരിക്കും. ഓക്കെ, ഈ മാറ്ററിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് കെമിസ്ട്രി. അപ്പോൾ കെമിസ്ട്രി എന്താന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മാറ്ററിലേക്ക് എത്താം. അപ്പോൾ കെമിസ്ട്രി എന്താന്ന് നോക്കാം. കെമിസ്ട്രി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ്. സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ് കേട്ടോ. പിന്നെ എന്താ പ്രത്യേകത? അതിൽ നമ്മൾ പഠിക്കുന്നത് എന്താ? ഡീൽസ് വിത്ത് എന്തൊക്കെയാ? ബ്രാഞ്ച് ഓഫ് സയൻസ് ഡീൽസ് വിത്ത് എന്തൊക്കെയാ? കോമ്പോസിഷൻ ഉണ്ട്, ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, പിന്നെ ഇന്റേണൽ ആസ്പെക്ട്സ് ഓഫ് മാറ്റർ. ഇന്റേണൽ ആസ്പെക്ട്സ് ഓഫ് മാറ്റർ മനസ്സിലായില്ല അല്ലേ? എന്താന്ന് പറഞ്ഞുതരാം കേട്ടോ. അതായത് മാറ്റർ എന്താണെന്നറിയാലോ? മാസും വോളിയം ഉള്ള വസ്തുക്കൾ. നമ്മുടെ ഭൂമിയിൽ ഏതൊരു വസ്തു എടുത്താലും നമുക്കതിനെ മാറ്റർ എന്ന് വിളിക്കാം. ഈ മാറ്ററിൻ്റെ കോമ്പോസിഷൻ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പേപ്പർ കിട്ടിയെന്ന് വിചാരിച്ചോ. പേപ്പർ എന്ന് പറയുന്ന മാറ്ററിൻ്റെ കോമ്പോസിഷൻ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയും അതിൻ്റെ ഉള്ളിൽ സെല്ലുലോസാണുള്ളതെന്ന്. അതൊരു കെമിക്കലല്ലേ? അറ്റ്മോസ്റ്റ് നിങ്ങൾ ഏതൊരു മാറ്ററിനെ തന്നെ എടുത്തു നോക്കിയാലും അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷനിലേക്കാണ്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനെ കൊണ്ടാന്ന് നോക്കിയാൽ കെമിക്കൽ കോമ്പോസിഷനിലേക്കായിരിക്കും എത്തുന്നുണ്ടാവുക അല്ലേ? നമ്മൾ രാവിലെ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ് തൊട്ട് രാത്രി ഉറങ്ങുന്ന സമയത്ത് മുഖം കഴുകുന്ന സോപ്പ് വരെ അല്ലേ, നമ്മൾ കെമിക്കൽസിൻ്റെ ഒരു നീണ്ട നിര യൂസ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മൾ അതിൻ്റെ കെമിസ്ട്രി നോക്കാഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഏതൊരു വസ്തുവിൻ്റെയും കോമ്പോസിഷൻ പഠിക്കുന്നതിലൂടെ നമ്മൾ അതിൻ്റെ കെമിസ്ട്രിയാണ് പഠിക്കുന്നത് അല്ലേ? ഇനി ട്രാൻസ്ഫോർമേഷൻ, കെമിസ്ട്രിയിലെ ട്രാൻസ്ഫോർമേഷനാണ് ഭീകരമായ ട്രാൻസ്ഫോർമേഷൻസ്. എന്താ അറിയോ? ഹൈഡ്രജൻ എടുക്കുന്നു. ഹൈഡ്രജൻ എന്ന് കേട്ടിട്ടുണ്ടോ? വളരെ എക്സ്പ്ലോസീവായ ഇൻഫ്ലേമബിളായ ഒരു ഗ്യാസാണ്. ഈ ഹൈഡ്രജൻ്റെ കൂടെ ഓക്സിജനും കൂടി ചേർന്നു. ഓക്സിജൻ ആണെങ്കിൽ ഈ ബേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഈ രണ്ടുപേരും ചേർന്നുണ്ടായ വെള്ളമോ 2H2O എന്താ കെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണ്. എന്താ തീയൊക്കെ കെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്റ്റിങ്യൂഷറാണ്. നോക്ക്, ഉണ്ടാക്കാൻ ഉപയോഗിച്ച ഹൈഡ്രജനും ഓക്സിജനിൽ നിന്നും ഉണ്ടായി വന്ന വാട്ടറിൻ്റെ സ്വഭാവത്തിലേക്ക് എത്തിയപ്പോഴേക്കും എന്തൊരു മാറ്റമാണ്. ഇങ്ങനെയുള്ള കെമിസ്ട്രിയുടെ മാറ്റങ്ങളെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നത് മുഴുവൻ കെമിസ്ട്രിയിലാണ്. ഈ റിയാക്ഷൻ്റെ മാറ്റം, ഓരോ അവസ്ഥയുടെ മാറ്റം, ഇതൊക്കെ നമ്മൾ എവിടെ പഠിക്കും? കെമിസ്ട്രിയിൽ പഠിക്കും അല്ലേ? ഐസ് നമ്മൾ തുറന്നു വെച്ചാൽ മെൽറ്റാവുന്നത് നിങ്ങൾക്കറിയാം അല്ലേ? ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് എവിടെയാണ്? കെമിസ്ട്രിയിലാണ്. ഇനി ഇൻറ്റേർണൽ ആസ്പെക്ട്സ്. ഇൻറ്റേർണൽ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ പല ആളുകളെയും എടുത്തു കഴിഞ്ഞാൽ അവരുടെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്നൊക്കെ പഠിക്കുന്നത് എവിടെയാണ്? കെമിസ്ട്രിയിലാണ്. അപ്പോൾ ഇൻറ്റേർണൽ ആസ്പെക്ട്സിനെ പറ്റിയും പഠിക്കുന്നത് എവിടെയാണ്? കെമിസ്ട്രിയിലാണ്. അപ്പോൾ കെമിസ്ട്രി എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ഡീൽസ് വിത്ത് കോമ്പോസിഷൻ, transformation, internal aspects of matter. Matter is the species which occupies volume and mass. മാറ്ററിന് ക്ലാസിഫിക്കേഷൻ നടത്തിയത് പല പല സയൻറ്റിസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഫിലോസഫേഴ്സ് മാറ്ററിനെ പറ്റി പറഞ്ഞത് ഏതൊരു മാറ്ററും ഉണ്ടാക്കാൻ സാധ്യത പഞ്ചതത്വാസിനെ കൊണ്ടാണ്. 5 elements. അതിനെ അവർ പഞ്ചതത്വാസ് എന്ന് വിളിച്ചു. എയർ, എർത്ത്,
ഫയർ, സ്കൈ ആൻഡ് വാട്ടർ. ഇത്രയും ആളുകളെ കൊണ്ടാണ് ഏതൊരു മാറ്ററും അല്ലെങ്കിൽ മാറ്ററിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്നായിരുന്നു ഇന്ത്യൻ ഫിലോസഫേഴ്സ് പറഞ്ഞത്. ഇതേ ഒരു കണ്ടീഷനിലേക്കാണ് ഗ്രീക്ക് ഫിലോസഫേഴ്സ് എത്തിയത്. അങ്ങനെ അതിനൊക്കെ ശേഷം ഗ്രീക്ക് ഫിലോസഫേഴ്സും ഇതേ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, 5 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് ഇന്ത്യൻ ഫിലോസഫേഴ്സിനെ പോലെ. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സയൻറ്റിഫിക് എവിഡൻസ് ഒക്കെ വന്നപ്പോൾ മാറ്ററിന് പുതിയ ക്ലാസിഫിക്കേഷനിലേക്ക് നമ്മൾ വന്നു. എന്തിനാ മാറ്ററിനെ പറ്റി പറയുമ്പോൾ ഇപ്പം നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്നറിയോ? മക്കൾക്ക് ചെറിയൊരു കൺഫ്യൂഷനോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ആലോചിച്ചോ, മാറ്റർ എന്ന് പറയുന്ന എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് ഒരു പാർട്ടിക്കിളുടെ നാച്ചുറുണ്ട്. എന്താ പാർട്ടിക്കിളുടെ നാച്ചുർ എന്ന് പറഞ്ഞാൽ അറിയോ? എടാ, നമുക്കൊക്കെ ഒരു മാസ് ഇല്ലേ, എനിക്കൊക്കെ ഒരു കളറുണ്ട്, നമുക്കൊക്കെ ഒരു സ്മെല്ലുണ്ട്. ഇതൊക്കെ ഒരു പാർട്ടിക്കിളുടെ സ്വഭാവമാണ് അല്ലേ, നമ്മളെപ്പോലുള്ള ഒരു പാർട്ടിക്കിളുടെ സ്വഭാവം. മാത്രമല്ല ഞാനൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു വേവ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു വേവ് കേട്ടിട്ടുണ്ടോ? വേവ്. അപ്പോൾ എനിക്ക് ഈ വേവിൻ്റെ നാച്ചുറും ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഭാവിയിൽ കുറച്ചുകൂടി വലിയ ക്ലാസ്സിലെത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ വേവ് നാച്ചുർ അത്രയ്ക്ക് വലിയ പ്രിഡോമിനൻ്റ് ഒന്നും അല്ല എന്ന്. ഓക്കെ, എന്തായാലും ഇപ്പോൾ മാറ്ററിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കരുത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വസ്തുവാണ് മാറ്റർ എന്ന്. മാറ്ററിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മാറ്ററിലുള്ള മാസിനെ എനർജി ആക്കിയിട്ട് മാറ്റാമെന്നൊക്കെ ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊന്നും ഇപ്പോൾ പോകണ്ട, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഫിസിക്കൽ നാച്ചർ ഓഫ് മാറ്റർ ആണ്. ഫിസിക്കൽ നാച്ചർ ഓഫ് മാറ്റർ. നിങ്ങൾക്കറിയാം, ഈ മാറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ മാറ്റർ കണ്ടിന്യൂസ് ആണെന്നാണ് ഒരു കാലത്ത് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അതായത് മാറ്റർ നമ്മൾ കാണുന്ന പോലെ കണ്ടിന്യൂസ് ആണ്, അതിൻ്റെ ഇടയിലൊന്നും എന്തില്ല, ഗ്യാപ്പുകളില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ആക്ച്വലി മാറ്റർ കണ്ടിന്യൂസ് അല്ല. ഇപ്പോഴും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല എന്താ ഈ കണ്ടിന്യൂസ് എന്ന് ഞാൻ പറയുന്നതിനെ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് അല്ലേ. നമുക്ക് ഒരു എക്സ്പെരിമെൻ്റ് മനസ്സിൽ ആലോചിച്ച് നോക്കാം. വീട്ടിലൊക്കെ ചെയ്യാവുന്ന ഒരു എക്സ്പെരിമെൻ്റാണ്, വളരെ എളുപ്പമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ ഒരു ഗ്ലാസ് എടുത്തേ. ഓക്കെ, ഈ ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഓക്കെ, സപ്പോസ് 1 ലിറ്റർ വെസലിൽ നിറച്ചും, അല്ലെങ്കിൽ 1 ലിറ്ററാണ് ഞാൻ വെള്ളം എടുത്തതെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് 1 ലിറ്റർ അല്ലേ. ഞാൻ ഇതിലേക്ക് ഈ വെസലിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നു. ആഡിങ് സം എമൗണ്ട് ഓഫ് ഷുഗർ. എന്താ ഉണ്ടാവുക? പഞ്ചസാര വെള്ളത്തിലിട്ടാൽ ലയിക്കും അല്ലേ. ഇപ്പോൾ കുട്ടികളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇത് വലിയ എക്സ്പെരിമെൻ്റ് ഒന്നും അല്ലല്ലോ, ഇത് നമ്മളൊക്കെ വീട്ടിൽ സ്ഥിരമായിട്ട് ചെയ്യുന്നതല്ലേ എന്ന്. യെസ്, വീട്ടിൽ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഒരു കല്ല് വെള്ളത്തിലിട്ടാൽ വെള്ളത്തിൻ്റെ ലെവല് ഉയർന്നു വരുന്നത് കണ്ടിട്ടുണ്ടല്ലേ? ശരിയല്ലേ? കല്ല് താഴത്ത് വരുന്ന നിൽക്കുന്നതോടുകൂടി, താഴത്ത് സെറ്റിലാവുന്നതോടുകൂടി വെള്ളം മുകളിലോട്ട് പൊന്തി വരും. പണ്ടൊക്കെ ചെറിയ ക്ലാസ്സിൽ കാക്ക കല്ല് വെള്ളത്തിലിട്ട് വെള്ളം മുകളിലോട്ട് ഉയർത്തിയ കഥയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതേ കാര്യം ആലോചിച്ചുകൊണ്ട് നമ്മൾ ഈ വെസലിലേക്ക് പഞ്ചസാര ആഡ് ചെയ്തു അല്ലേ. പക്ഷേ പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷവും ഞാൻ ഈ വെസലിലെ വെള്ളത്തിൻ്റെ വോളിയം നോക്കിയപ്പോൾ അത് 1 ലിറ്റർ തന്നെ. ഒരു ശകലം വോളിയം പോലും പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം കൂടിയിട്ടില്ല. പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പേസ് താഴത്ത് വെച്ചുകൊണ്ട് ഇതിൻ്റെ വോളിയം കൂടേണ്ടതല്ലേ? എന്തുകൊണ്ട് കൂടിയില്ല പറയാവോ നിങ്ങൾക്ക്? എന്തുകൊണ്ടായിരിക്കും കൂടാത്തതിൻ്റെ കാരണം, നിങ്ങൾ പഞ്ചസാര വെള്ളത്തിലേക്കിടുമ്പോൾ ഈ വെള്ളത്തിലെ മോളിക്യൂൾസ്, മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് കുറേ മോളിക്യൂൾസിനെ കൊണ്ടായിരിക്കാം. ഈ മോളിക്യൂൾസിൻ്റെ ഇടയിലെല്ലാം ഗ്യാപ്പ്
ഗ്യാപ്പുകൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്താ ഈ മോളിക്യൂൾസ് എന്നല്ലേ? അതിലേക്ക് ഞാൻ വരാം. എന്തായാലും നിങ്ങൾ വിചാരിക്കുക, ഇത് വാട്ടറാണ്, ഒരു വാട്ടർ, ഇത് അടുത്ത വാട്ടർ, ഇതും 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 അടുത്ത വാട്ടർ. ഓക്കെ, സപ്പോസ് നമ്മൾ വെള്ളം ആണെന്നുള്ള ധാരണയിൽ നിങ്ങൾ വിചാരിക്കുക, ഞാനൊരു ഗ്ലാസ്സിൽ കല്ലിട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒരു ഗ്ലാസ്സിൽ കല്ലിട്ടുണ്ട്, ആ കല്ല് പോലെയാണ് നമ്മുടെ ഈ വാട്ടർ മോളിക്യൂൾ എന്ന് വിചാരിക്കുക. അതിലേക്ക് ഞാൻ പഞ്ചസാര ഇടുന്നുണ്ടല്ലേ. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾ ചെറിയ ഷീറ്റ് പേപ്പറെല്ലാം ഇട്ടുണ്ടെങ്കിൽ ഈ പേപ്പറുകളെല്ലാം ഇതിൻ്റെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഈ ഗ്യാപ്പിൻ്റെ ഉള്ളോട്ട് വീഴും അല്ലേ. പക്ഷേ ഈ കല്ലിൻ്റെ ലെവൽ ഉയർത്താനൊന്നും ഈ പേപ്പറിനെ കൊണ്ടാവില്ല, ശരിയല്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെ നടന്നിട്ടുണ്ടാവുക. എന്താ, ഇവിടെ വാട്ടർ ഇവിടെ നിൽക്കുന്നുണ്ട്, വാട്ടർ മോളിക്യൂള്. നിങ്ങളിടുന്ന പഞ്ചസാര മുഴുവൻ ഇതിൻ്റെ വാട്ടർ മോളിക്യൂളിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകളുണ്ടല്ലോ, ഗ്യാപ്പുകൾ, ഈ ഗ്യാപ്പുകളിൽ പോയിട്ടായിരിക്കും ലയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പഞ്ചസാര അവിടെ സേഫായിട്ട് ലയിച്ചോളും. അതുകൊണ്ട് തന്നെ വോളിയം എന്ത് ചെയ്യില്ല, കൂടില്ല. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? വാട്ടർ മോളിക്യൂള് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയായിരുന്നുവെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വീഴുന്ന പഞ്ചസാര കാരണം അതിൻ്റെ വോളിയം കൂടേണ്ടതാണ്. ഇവിടെ അതുപോലെ കൂടിയോ? ഇല്ല. അതിനർത്ഥം ഈ വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ ഗ്യാപ്പ് ഉണ്ട്, അഥവാ അവരെന്തല്ല, കണ്ടിന്യൂസ് അല്ല, അതിൻ്റെ ഇടയിൽ സ്പേസുകളുണ്ട്. ഓക്കെ, സോ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ പോയിന്റ് എന്താണെന്ന് ഓർത്ത് വയ്ക്കുക. ഫ്രം ദിസ് എക്സ്പെരിമെൻറ്റ് യു നോ ദാറ്റ് മാറ്റർ ഈസ് ഡിസ്കണ്ടിന്യൂസ് അല്ലേ. മാറ്റർ എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് അതിൻ്റെ ഉള്ള ഗ്യാപ്പിലേക്ക് പോയത്. ഓക്കെ, അടുത്തത്, വാട്ട് ഈസ് അബൌട്ട് സൈസ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ? സൈസ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ. നമ്മളൊരു 100 ml വെള്ളം എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ 100 ml വെള്ളത്തിലേക്ക് 100 ml വെള്ളം അല്ലേ, ഈ 100 ml വെള്ളത്തിലേക്ക് നമ്മൾ 2 തൊട്ട് 3 വരെ ക്രിസ്റ്റൽസ് ഓഫ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഇടുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പൊട്ടാസ്യം പെർമാഗ്നേറ്റിനെ? KMnO4 എന്നാട്ടോ കെമിക്കലി എഴുതുക. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് നമ്മളെ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ സൊല്യൂഷൻ വെള്ളത്തിൻ്റെ കളർ മുഴുവൻ പിങ്ക് കളറിലേക്ക് മാറും. ഓക്കെ, ഇങ്ങനെ പിങ്ക് കളറിലേക്ക് മാറി എന്ന് വിചാരിക്കും. പിങ്ക് കളറിലേക്ക് മാറും പിങ്ക്. അപ്പോൾ അതിനർത്ഥം എന്താ? അതിനർത്ഥം എന്താ വെച്ചാൽ, ഞാൻ 2 to 3 ക്രിസ്റ്റൽസ് ഇട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിൽ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് കുറവാണെന്നൊന്നും വിചാരിച്ചേക്കരുത്. ആ 2 to 3 ക്രിസ്റ്റൽസിൽ പോലും അനേകം, ധാരാളം, ലാർജ് എമൗണ്ട് ഓഫ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് മോളിക്യൂൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ ടൈനി പാർട്ടിക്കിൾസ് ഉണ്ടാവും. Therefore 2 to 3 crystals will contain large amounts, millions of tiny particles. ഈ ടൈനി പാർട്ടിക്കിൾസിനെയാണ് ഞാൻ മോളിക്യൂൾസ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു ചെറിയ ഡ്രോപ്പ് ആഡ് ചെയ്യുമ്പോൾ പോലും ഇത്രയധികം ആളുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് അവരെല്ലായിടത്തും കടന്നു ചെന്ന്, വെള്ളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും കടന്നു ചെന്ന് എന്തുണ്ടാക്കിയിരിക്കുന്നത്? കളർ ഉണ്ടാക്കിയത്. മനസ്സിലായോ? അതായത് പൊട്ടാസ്യം പെർമാഗ്നേറ്റിനെ നിങ്ങൾ ആഡ് ചെയ്തപ്പോൾ എന്തായിരിക്കും സംഭവിച്ചത്? 2 to 3 ക്രിസ്റ്റൽ വരെയല്ലേ ആഡ് ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുക നിങ്ങൾ. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ 2 to 3 ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ ധാരാളം ചെറിയ ആളുകൾ ഉണ്ടാവൂടാ. ഇതിൻ്റെ ഉള്ളിലേക്ക് വീണതും ഇവരങ്ങോട്ട് സ്പ്ലിറ്റായി. ഈ ലാർജ് മില്യൺസ് ഓഫ് ആളുകളും സ്പ്ലിറ്റായി വെള്ളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോയി അവരുടെ കളർ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അങ്ങനെ കളർ ചേഞ്ച് ചെയ്യാൻ കെൽപ്പുണ്ടായത് എന്തുകൊണ്ടാണ്? ഇവരെ ഉണ്ടാക്കിയിരിക്കുന്നത് കുറേയധികം കുഞ്ഞു സബ്സ്റ്റൻസിനെ കൊണ്ടാണ്. ഓക്കെ,